അപ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ്സിനെ പറ്റി കേട്ടതൊക്കെ സിനിമയിലൊക്കെ കണ്ട നോളേജേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കണ്ടത്. നമ്മൾ പക്ഷെ പ്രതീക്ഷിച്ചോലായിരുന്നു അല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാം സിമ്പിളായിരുന്നു. കേരളത്തിന് പുറത്ത് ഈ പ്രൊഡക്റ്റും സൊല്യൂഷനായിട്ടും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് വളരെ, ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരു ബേക്കറി കച്ചവടക്കാരൻ അയാളുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതാണ് ഇന്നോവേഷൻ ആയിട്ട് കാണിക്കുന്നത്. അവരതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടൊക്കെയാണ് അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കേരളത്തിൽ ജെനുവിൻ ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇവിടെ ഫോം അപ്പ് ആയി വരുന്നത്. നമുക്ക് കാണാനുണ്ട് ദൃശ്യമാധ്യമം കൂടി പോലും കേരളത്തിന് വളരെയധികം താഴ്ത്തുന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? കേരളത്തിൽ ഒരു ഇൻഡസ്ട്രിയും വന്നാലും നിലനിൽക്കില്ല, ചെയ്യാൻ പറ്റൂല. ആ ഒരു കാഴ്ചപ്പാട്, ആ കൺസെപ്റ്റ് ഇപ്പം എന്തായാലും ശരി ഈ ഒരു ഗവൺമെന്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് കേരള എന്നുള്ളത് ശരിക്കും ഒരു റെവല്യൂഷണറി ഐഡിയ ആണ്. ഇത് ഒരു പുതിയൊരു ഗ്രോത്തിനും ഒരു പുതിയൊരു സാധ്യതയ്ക്കും വഴിവെച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് KSRTCയുടെ ഒരു കൗണ്ടർ അവിടെയാണ്. അങ്ങനെ പല ബാങ്കുകളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യാം. നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇപ്പോൾ ഒരു നല്ല ആശയമുണ്ട്, അതെങ്ങനെ ഒരു റിപ്പോർട്ടാക്കി രൂപീകരിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. കൺസൾട്ടൻസ് ആയാലും ശരി, എല്ലാം ഉണ്ട്. ധാരാളം കുട്ടികളിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. ഇതിൽ നമുക്കിപ്പം കുറച്ച് കമ്പനീസ് എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ചില കമ്പനീസ് എല്ലാം സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവർക്ക് ഒന്ന് കരകയറി വരാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ളവർക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും, ഒരു പാത്വേ ആയിരിക്കും. കേരളത്തിന് പൊതുവെ ബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു നല്ലൊരു മുഖത്ത് അടികൊടുക്കുന്ന ഒരു സംഭവത്തിൽ ഫ്യൂസലേജ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോണിൻ്റെ മാനുഫാക്ചേഴ്സ് ആണ്. നമ്മൾ തുടക്കം അഗ്രികൾച്ചർ സെക്ടറിലായിരുന്നു. നമ്മൾ 2017-18 ഫ്ലഡ് മൂലം ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ കീടനിരീക്ഷണവും അതുപോലെ തന്നെ ഈ വെള്ളവും വളവും എത്രത്തോളം കുറവുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ഡ്രോൺ വഴി തന്നെ സ്പ്രേയിങ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. അതായത് 2 ഡ്രോൺസ് തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. തുടങ്ങിയത് 2020 ഇപ്പോൾ 4 വർഷമായി. ഇപ്പോൾ 45 സ്റ്റാഫ് ഉണ്ട് നമുക്ക്. അവർ 45 എഞ്ചിനീയേഴ്സ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. 23 ഞാൻ ഇവിടെ പോകുന്നു, ഗൾഫിൽ നിന്ന് പോന്നിട്ട് മാനുഫാക്ചർ ആകുമ്പോൾ നമുക്ക് സ്ക്രാച്ചിൽ നിന്നാണ് നമ്മൾ എല്ലാം ലാൻഡ് വാങ്ങിച്ച് അവിടെ മെഷീനറി സെറ്റ് ചെയ്ത് അങ്ങനെയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 1 ഇയർ ടൈം എടുത്തു. അതിന് സെപ്റ്റംബർ ലാസ്റ്റോടെ പ്ലാന്റ് റണ്ണായി. ഞാൻ സ്ഥാപനം തുടങ്ങുമ്പോഴും നമുക്ക് ഇങ്ങോട്ട് വന്ന് സബ്സിഡി ലോണുകൾ കുറേ ഡിസൈഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ലാൻഡാണ്. ഇൻഡസ്ട്രിയൽ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിലും ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ മാനുഫാക്ചർ ഫേമാണ്. അതിന് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നു അതൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഒന്നും തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പോലെ പാഷനുള്ളവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇത് നല്ല സമയമാണ്. അധികം പിന്നെയും പെൻഡിങ് ആക്കാതെ ആഗ്രഹമുള്ളവർ വേഗം വന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ആനുകൂല്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് പറയും, ഇപ്പം ഞാൻ ഇപ്പം അടുത്ത് തന്നെ 3 കൊല്ലം കഴിഞ്ഞവർക്ക് 2 കോടി വരെയും എക്സ്പാൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയ സംരംഭങ്ങൾക്ക് 2 കോടി വരെയും സബ്സിഡി ലോൺ കൊടുക്കുന്നുണ്ട്. സബ്സിഡി ലോൺ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ ഇൻട്രസ്റ്റിൽ അതൊക്കെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ഫിനാൻസ് ആയിട്ടാണല്ലോ നമ്മൾ പോവുക. അപ്പം അന്നേരം KFC, KSRTC അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. അതായത് നമുക്ക് ഒരു ബാങ്കിങ് പോലെ, നമ്മളൊരു പ്രൈവറ്റ് ബാങ്കിൽ കാണുന്ന പോലെ കുറച്ചുകൂടി അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിന് ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വേഗം ഒരു 3 month 2 monthൻ്റെ ഉള്ളിൽ നമുക്ക് ലോൺസ് എടുത്ത് തരാം. ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. 2 നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. നല്ല മോഡറേറ്റ്ലി ബാങ്കിനേക്കാളും റേറ്റ് കുറവ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ 2020 പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ഏകദേശം 50 crores. ഇപ്പോൾ പുതിയൊരു പ്രപ്പോസൽ 25 crores പ്രപ്പോസൽ ചെയ്തു. അത് ഞങ്ങൾക്ക് ബിൽഡപ്പ് സ്പേസ് അവർ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 25 crores. അതിൻ്റെ കാര്യങ്ങളാണെങ്കിൽ കൂടി വളരെ ഈസി ആയിരുന്നു എല്ലാം. ഇത് പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളുടെ സ്റ്റാർട്ടപ്പാണ്. 2 പേരാണ് MDs വരുന്നത്, മിസ്റ്റർ സാഹിദ് സർ ആൻഡ് റസിൻ സർ. സോ അവരുടെ നമുക്ക് ഇപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിലും
ഓൾമോസ്റ്റ് കുറച്ചധികം എംപ്ലോയീസ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും അതൊരു ലുക്കിംഗ് ഫോർവേഡ് ഓപ്പർച്യൂണിറ്റി പോലെ തന്നെയാണിത്. ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്, ഒരുപാട് എമേർജിങ് എന്താ പറയുക കുറേ ഐഡിയാസ് വരുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ അത് വന്നോളും, കേരളമാവും. നമുക്ക് നാട്ടിൽ നിന്നാലുള്ള സുഖം ഒരിക്കലും ഒരു അബ്രോഡ് പോയി നിന്നാൽ കിട്ടില്ല. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നാട്ടിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അബ്രോഡ് പോകേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനനുസരിച്ചുകൊണ്ടുള്ള പല വികസനങ്ങളും അതിനനുസരിച്ചുള്ള പല നൂതന ആശയങ്ങളും ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാളിൽ തന്നെ കണ്ടു. ഒരു കോക്കനട്ടിൻ്റെ ഒരു സ്റ്റാള്, അതിനകത്തുനിന്ന് തന്നെ എത്ര വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സുകളാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കോക്കനട്ട് എന്നൊരു പ്രൊഡക്റ്റിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ട് എത്ര വെറൈറ്റീസ് ഓഫ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ കാഷ്യൂവിൻ്റെ ഒരു സ്റ്റാൾ നമ്മൾ കണ്ടു. അവിടെയാണേലും ഒരു കാഷ്യൂവിൽ നിന്ന് 20ഓളം പ്രൊഡക്ട്സുകൾ അവർ ഉണ്ടാക്കിയിരിക്കുക. സോ അത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരളം ഒരുപാട് മാറിപ്പോയി. കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ വികസനം വരണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആകണം. അത് ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഡെവലപ്പ് ആകുന്നു. റോഡുകൾ വികസിക്കുന്നു, എയർപോർട്ടുകൾ വരുന്നു, മനസ്സിലായില്ലേ, വിഴിഞ്ഞം പോലുള്ള പോർട്ടുകൾ വരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് കേരളത്തിൽ ഉണ്ടാകുന്നു. അപ്പം അത് അവർ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നു. നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് എടുത്താൽ മതിയല്ലോ. നമ്മൾ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്ഥലമെടുപ്പ് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് സ്ഥലമെടുക്കാൻ പറ്റുന്നു, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇതിപ്പം കിൻഫ്ര തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ 456 ഏക്കർ സ്ഥലത്ത് പെട്രോ കെമിക്കൽ പാർക്ക് അവർ സെറ്റപ്പ് ചെയ്യുന്നു. ഇപ്പം ഞാനും അവിടെ ഒരു 30 സെൻറ്റ്സ് ഓഫ് ലാൻഡിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട് ഞങ്ങളുടെ, അതായത് സോളാർ പാനൽ അസംബ്ലിങ് യൂണിറ്റ്. ഇത് ഫസ്റ്റ് ടൈം ഇൻ കേരളത്തിൽ വേറെ ആരും അത് ഇവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനെ ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യത്തിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു യൂണിറ്റ് ആണെങ്കിൽ പോലും അതിന് ചുറ്റുമായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും എംപ്ലോയ്മെൻറ്റ് ഉള്ള സാധ്യതയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു കമ്പനി, ചെറിയൊരു MSME സെക്ടറിൽ എന്ത് ഒരു പ്രൊജക്റ്റ് അവിടെ വന്നാലും ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഒരു എംപ്ലോയ്മെൻറ്റ് സാധ്യത ഉള്ളതാണ്. നമ്പർ 1 ഇൻ ദ വേൾഡ് ആയി എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ചേഞ്ചായി, നമ്മുടെ റോഡുകൾ ചേഞ്ചായി, നമ്മുടെ ലോജിസ്റ്റിക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്സിലേക്ക് വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് നമ്മുടെ കേരള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൺട്രി എന്ന് മാത്രമല്ല, കേരള ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ വേൾഡ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത് സ്കെയിലപ്പ് ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതാണ്. കാരണം അല്ല എന്നുള്ളൊരു ആൻസറാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഞങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ കേരള മോഡലിൽ നമ്മൾ ചെയ്ത ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് അത് മറ്റുള്ള രാജ്യങ്ങൾ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ തുടങ്ങി, കേരളത്തിൽ തന്നെ ക്ലിനിക്കലി പ്രൂവ് ചെയ്ത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഫോബ്സിൻ്റെ 30 under 30 ഞങ്ങൾ വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാൻറ്റുകളൊക്കെ കിട്ടുമ്പോൾ ന്യൂസ് ചാനലുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരൊന്നും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ബേസിക്കലി അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊമോഷൻ കൂടെയായിട്ടാണ് അവരത് കാണുന്നത്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ന്യൂസ് ഒരുപാട് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കണം. കാരണം അത് അവരുടെ ഓൺലൈൻ ചാനലുകളിൽ കൂടുതൽ റിയാക്ഷൻ കിട്ടും, അതുപോലെ തന്നെ കൂടുതൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡെലിഗേഷൻ പ്രോഗ്രാമിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. അവിടുത്തെ മാധ്യമങ്ങളൊക്കെ അവരുടെ എക്കോസിസ്റ്റം മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രമാണ് നമ്മളുടെ സ്വന്തം മാധ്യമങ്ങൾ നമുക്കെതിരെ സംസാരിക്കാനായിട്ട് എൻകറേജ് ചെയ്യുന്നത്. ഇവിടുത്തെ മീഡിയാസിന് ചിലപ്പോൾ ഓരോ അജണ്ടകളായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ മേജർ മീഡിയസൊക്കെ എല്ലാവരും ഇപ്പോൾ ഉപേക്ഷിച്ച് തുടങ്ങി. എനിക്കത് തോന്നണേ. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റ് പറയുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ മീഡിയസിലേക്ക് മാറി തുടങ്ങിയ എല്ലാവരും. അപ്പോൾ മേജർ മീഡിയാസൊക്കെ പിന്നീട് അതിലേക്ക് വന്നോളും. നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങി എല്ലാവരും ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മീഡിയാസിന് തന്നെ മനസ്സിലാവും എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. അന്നേരം അവർ മാറിക്കോളും. നമ്മളവരെ മാറ്റം പോയിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരുടെ നിലനിൽപ്പാണല്ലോ വലുത്. അപ്പം 10 വായനക്കാരെ കൂടുതൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് എഴുതിയാലും മാത്രമേ ചിലപ്പോൾ 10 വായനക്കാരെ കൂടുതൽ കിട്ടത്തുള്ളൂ. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം അത് കണ്ടാൽ മതി. അല്ലാതെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവിധ സജ്ജീകരണങ്ങളും അതുപോലെ നമുക്ക് ഒരു സ്ഥാപനം ലൈസൻസിങ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ
ഒരു ബിൽഡിങ് വേണം. അപ്പോൾ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടിയോ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും കിൻഫ്ര പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു റൂം സ്പേസ്, ഒരു ഇൻക്യുബേഷൻ യൂണിറ്റുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഒരു ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ് എല്ലാം ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മനസ്സ് മാത്രമാണ് ഇന്നിപ്പോൾ വേണ്ടതുള്ളൂ. അതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒന്നോ രണ്ടോ വർഷം ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സംരംഭങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.